Hi all, welcome to Ace Your Exams. So ഈ വീഡിയോയിൽ ഫണ്ടമെന്റൽസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് എന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ വരുന്നതാണ്. ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ആദ്യത്തെ പാർട്ട് ഇൻട്രഡക്ഷൻ ടു സ്പ്രെഡ്ഷീറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഈസ് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആയ എക്സലിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് എക്സൽ വർക്ക് ചെയ്യുന്നത്, എക്സലിൻ്റെ മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു വർക്ക് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള എക്സലിൻ്റെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി സ്പ്രെഡ്ഷീറ്റിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഇതെല്ലാം പറഞ്ഞതാണ്. എങ്കിലും എക്സലിനെ വെച്ച് പറയുമ്പോൾ എക്സലിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കീ കോമ്പണൻസ് അതൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ടൈറ്റിൽ ബാർ, ഓൾറെഡി പറഞ്ഞു ടൈറ്റിൽ ബാർ ഇതാണ്. ടൈറ്റിൽ ബാറിൽ നമുക്ക് എന്താണ് ആ ഒരു വർക്ക് ബുക്കിൻ്റെ പേര് അതാണ് അവിടെ കാണിക്കുക. ഇവിടെ ബുക്ക് 1 എന്നാണ് കിടക്കുന്നത്. സോ ഫയൽ നെയിം നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ ആ ഒരു ടൈറ്റിൽ ബാർ ഇവിടെയാണ് കാണുക. ദെൻ അതുപോലെ തന്നെ റിബൺ എന്ന് പറയുന്നത് ഇങ്ങനെ കാണുന്ന ഈ ഓപ്ഷൻസിനെയൊക്കെയാണ് റിബൺ എന്ന് പറയുക. ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡ്രോ, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഹെൽപ്പ്, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നിലും പല ഓപ്ഷൻസ് വീണ്ടും അവൈലബിൾ ആണ്. ഇതിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ദെൻ ഫോർമുല ബാർ എവിടെയാണ്? ഇതാണ് ഈ ഒരു ഏരിയയാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു സെല്ലിൽ ഫോർമുല ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും ടൈപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വണ്ണാണ് വർക്ക്ഷീറ്റ് ഏരിയ. വർക്ക്ഷീറ്റ് ഏരിയ നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയനെയാണ് എന്ത് വർക്ക്ഷീറ്റ് ഏരിയ എന്ന് പറയുക. സോ ഈ ഒരു ഏരിയനെയാണ് വർക്ക്ഷീറ്റ് ഏരിയ എന്ന് പറയുന്നത്. അത് റോസ് ആൻഡ് കോളംസ് ആയിരിക്കും അതിലുണ്ടാവുക. കുറേ സെൽസ്, റോസ് ആൻഡ് കോളംസ് ഇന്റർസെക്ട് ചെയ്യുന്ന കുറേ സെല്ലുകളായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാറ്റസ് ബാർ ആണ്. സ്റ്റാറ്റസ് ബാർ ഡിസ്പ്ലേസ് യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് കറണ്ട് സെലക്ഷൻ. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സെല്ലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നതാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സലിൽ എങ്ങനെയാണ് പുതിയതായിട്ടൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് എക്സൽ എടുക്കുക. ഓക്കെ, എക്സൽ മൈക്രോസോഫ്റ്റ് എക്സൽ സെലക്ട് ചെയ്യുക. ദെൻ അതിൽ നമുക്ക് ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് അവൈലബിൾ ആയിരിക്കും. ബ്ലാങ്ക് വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുക. സോ ഫസ്റ്റ് ഓപ്പൺ മൈക്രോസോഫ്റ്റ് എക്സൽ, ദെൻ ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂ വർക്ക് ബുക്ക് അവിടെ ഒരു ഐക്കൺ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വർക്ക് ഷീറ്റ്സ്, റോസ്, കോളംസ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി പറഞ്ഞു. വർക്ക് ഷീറ്റ് ഇതാണ്. ഒരു വർക്ക് ബുക്കിൽ കുറേ വർക്ക് ഷീറ്റ്സ് ഉണ്ടാവും. സോ ഷീറ്റ് 1 ആണിത്. ദെൻ നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് 2 ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം. പല പല ഷീറ്റുകൾ ആയിട്ട് ഒരൊറ്റ വർക്ക് ബുക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ദെൻ റോസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്പേഴ്സിൽ കാണിച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഏരിയാസ് ആണ് റോസ്, ആൻഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള ആൽഫബറ്റിൽ കാണിച്ചിരിക്കുന്ന ഏരിയാസ് ആണ് കോളംസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റോസ് ആൻഡ് കോളംസ് ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ഓരോ സെൽ എന്ന് പറയുന്നത്. ഈച്ച് സെൽ ആർ ഇൻഡിവിജ്വലി നെയിംഡ്. ഓരോ സെല്ലും ഇൻഡിവിജ്വലി നെയിംഡ് ആണ്. ആ സെല്ലിന്റെ നെയിം നമുക്കിവിടെ ഈ ഒരു സ്പേസിൽ കാണാൻ വേണ്ടിയിട്ടും സാധിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഡാറ്റ എൻറ്റർ ചെയ്യുക. ഒരു ഡാറ്റ എങ്ങനെയാണ് എക്സൽ ഫയലിൽ അല്ലെങ്കിൽ ഒരു എക്സൽ വർക്ക് ഷീറ്റിൽ എൻട്രി ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് ഏത് ഏരിയയിലാണ് ഡാറ്റ എൻട്രി ചെയ്യേണ്ടതെന്ന് ആ ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് എഴുതേണ്ട എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക, അത് അവിടെ ടൈപ്പ് ചെയ്ത് വരും. ദെൻ നമുക്ക് നെക്സ്റ്റ് ഏരിയയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ മൗസ് യൂസ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ടാബ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓരോ സെല്ലിലേക്കും അത് പോയിക്കോളും. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഡാറ്റ എൻട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഡാറ്റയാണ്. ഡാറ്റേനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പല രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനും കുറച്ചുകൂടി പ്രസൻറ്റബിൾ ആക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത്? മെയിനായിട്ടും ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ചെയ്യാം, സെൽ അലൈൻമെൻറ്റ് നടത്താം, നമ്പർ ഫോർമാറ്റിംഗ് ഉണ്ട്,
സെൽ ബോർഡേഴ്സ് ആൻഡ് കളേഴ്സ്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഇപ്പം ഒരു ഡാറ്റ നമ്മൾ എൻട്രി ചെയ്തു. ദെൻ ആദ്യം നമ്മളതിനെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്നുള്ള ആ ഒരു ഫോർമാറ്റിംഗ് ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് ഏത് സെല്ലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, ആ സെല്ല് സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു ഏരിയയിലാണ് ബോൾഡ്, ഇറ്റാലിക്സ് ആൻഡ് അണ്ടർലൈൻ വരുന്നത്. സോ ബി എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ സെലക്റ്റഡ് ഏരിയ ബോൾഡ് ആവും. ദെൻ ഇത് ഇറ്റാലിക്സ് ആവും. ദിസ് വൺ ഈസ് അണ്ടർലൈൻ. ഇതിലേതെങ്കിലും ഒന്നും നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇറ്റാലിക്സ് മാറ്റാം, ബോൾഡ് ഒഴിവാക്കാം, അണ്ടർലൈൻ മാത്രമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇതാണ് ബോൾഡ്, ഇറ്റാലിക്സ് ആൻഡ് അണ്ടർലൈനിൽ വരുന്ന ഫോർമാറ്റിംഗ്. നെക്സ്റ്റ് വൺ ആണ് സെൽ അലൈൻമെൻറ്റ്. ദാറ്റ് ഈസ് ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റിനെ അലൈൻമെൻറ്റ് നടത്തുന്നതാണ്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്പർ ഫോർമാറ്റിംഗ് ആണ്. നമ്പർ ഫോർമാറ്റിംഗ് മീൻസ് നമുക്ക് ഓരോ നമ്പേഴ്സിനെ അതിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ എഴുതാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു നമ്പർ അതൊരു കറൻസി ആണോ അല്ലെങ്കിൽ ഡേറ്റ് ആണോ, അതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, പേഴ്സൻറ്റേജ് ആണോ, അതിനനുസരിച്ചിട്ട് നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഏത് സെല്ലാണോ സെലക്ട് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു ഫോർമാറ്റ് സെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. സോ ഫോർമാറ്റ് സെൽ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്പർ ഫോർമാറ്റിംഗ് ഉണ്ട്, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫിൽ എന്ന് പറഞ്ഞ കളറ്, ദെൻ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ ഈ എല്ലാ ഫോർമാറ്റിംഗ് അവൈലബിൾ ആണ്. സോ നമ്മളിവിടെ നമ്പർ ഫോർമാറ്റിംഗ് ആണ് ചെയ്യുന്നത്. നമ്പർ ഫോർമാറ്റിങ്ങിൽ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഫോർമാറ്റിംഗ് അവൈലബിൾ ആണ്. നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഡേറ്റ്, ടൈം, ഇങ്ങനെ വേരിയസ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ നമുക്കിവിടെ ജസ്റ്റ് ഒരു സെല്ല് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഈ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് സെല്ല്, ദെൻ നമ്പർ ക്ലിക്ക് ചെയ്യുക. നമ്പറിൽ കറൻസിയാണ് നമ്മൾ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ കറൻസി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു സിമ്പിൾ കാണുന്നുണ്ട്, റുപ്പിയുടെയാണ് ഓൾറെഡി ഉള്ളത്. അതുപോലെ തന്നെ ഏത് രാജ്യത്ത് വേണമെങ്കിലും കറൻസി അവൈലബിൾ ആണ്. സോ നമ്മളിവിടെ റുപ്പി രീതിയിൽ ആ ഒരു സെല്ലിനെ ഫോർമാറ്റ് ചെയ്യുന്നു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ സെല്ലിൽ നമ്മളിപ്പോൾ ഒരു നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 100 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ ₹100 ഒരു കറൻസി എങ്ങനെയാണോ എഴുതേണ്ടത് ആ രീതിയിലേക്ക് അത് കൺവേർട്ട് ആയിട്ട് വരും. സോ ഇതാണ് നമ്പർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ ഡേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് ടൈപ്പ് ഓഫ് ഒരു ഫിനാൻഷ്യൽ ഡാറ്റ സെലക്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിലും പേഴ്സൻറ്റേജ് കൊടുക്കാനാണെങ്കിലും അതിനനുസരിച്ചിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സെൽ ബോർഡേഴ്സ് ആൻഡ് കളേഴ്സ്. സെല്ലിന് ബോർഡർ കൊടുക്കുക, അതുപോലെ തന്നെ കളർ കൊടുക്കുക, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമാറ്റിംഗ് ടെക്നിക്കാണ് സെൽ ബോർഡേഴ്സ് ആൻഡ് കളേഴ്സ്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണിക്കാം. ഇവിടെ കുറച്ച് ഡാറ്റ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ 3 സെല്ലിന് നമുക്ക് ബോർഡർ കൊടുക്കണമെങ്കിൽ 3 സെല്ലും സെലക്ട് ചെയ്യുക ഫസ്റ്റ് തന്നെ. ദെൻ ഈ ഒരു ഓപ്ഷനാണ് ബോർഡറിൻ്റെ ഓപ്ഷൻസ് വരിക. ബോർഡേഴ്സിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബോട്ടം ബോർഡർ മാത്രം, ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, നോ ബോർഡർ ഒഴിവാക്കുക. ദെൻ ഓൾ ബോർഡേഴ്സ് എന്ന് പറഞ്ഞാലാണ് മുഴുവൻ കോളത്തിലും ബോർഡർ വരിക. നമ്മൾ ഓൾ ബോർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഏരിയ, നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയിൽ മാത്രം ബോർഡർ വന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ കളേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് സെല്ലിന്, ഒരു സിംഗിൾ സെല്ലിന്, ഈ ഒരു സെല്ലിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ആ ഒരു സെല്ലിന് മാത്രം കളർ കൊടുക്കണമെങ്കിൽ സെല്ല് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽ കളർ എന്നുള്ളത്. സോ ഇവിടെ ഓൾറെഡി ഉള്ളത് യെല്ലോ ആണ്, നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു സെല്ല് മാത്രം നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ ഈ ഒരു സെല്ലിൽ നമ്മൾ സെല്ലിനല്ല കളർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിലെ ലെറ്റേഴ്സിനാണ്. ദെൻ എങ്കിൽ നമ്മൾ ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഫോണ്ട് കളറിലാണ് സെലക്ട് ചെയ്യുന്നത്. ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണ്. സോ ഈ ഒരു ഫോണ്ടിൻ്റെ കളർ നമ്മൾ ബ്ലൂ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തു. സോ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവാനും അതുപോലെ തന്നെ വിഷ്വലി അപ്പീലിംഗ് ആവാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബോർഡേഴ്സ്, കളേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ഫോർമാറ്റിംഗ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, സേവിങ് എ വർക്ക് ബുക്ക്. ഒരു വർക്ക് ബുക്ക് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. സോ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഫയലിൽ ക്ലിക്ക് ചെയ്യുക,
സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഏത് ഏരിയയിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഫയൽ നെയിം, ഏത് ഫയൽ നെയിമാണോ കൊടുക്കേണ്ടത്, ഇവിടെ ബുക്ക് 1 നമുക്ക് വന്നിരിക്കുന്ന ഒരു നെയിം ബുക്ക് 1 ആണ്. നമുക്ക് വേറെ ഏതെങ്കിലും ഫയൽ നെയിം കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് സേവ് ഓപ്ഷനും കൂടെ കൊടുക്കുക. ദെൻ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ബുക്ക് സേവ്ഡ് ആയിരിക്കും. നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് അവിടെ സേവ്ഡ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ആ സേവ് ചെയ്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷനിൽ പോവുക. ദെൻ ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ട് വരും. സോ ഇതിലെ ലാസ്റ്റ് ഏരിയയാണ് ഷോർട്ട് കട്ട് ഫങ്ഷൻസ്. ദാറ്റ് ഈസ് നമ്മൾ ഇപ്പം സേവ് ചെയ്യാനാണെങ്കിൽ, ഡാറ്റ കോപ്പി ചെയ്യാനാണെങ്കിൽ, പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് മൗസ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, ജസ്റ്റ് കീബോർഡ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടും ചെയ്യാം. സോ ആ ഷോർട്ട് കട്ട് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ ഒരു വർക്ക് ബുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+S ആണ്. ദെൻ ഡാറ്റ കോപ്പി ചെയ്യണമെങ്കിൽ Ctrl+C. ദെൻ പേസ്റ്റ് Ctrl+V. ആൻഡ് അൺഡു മീൻസ് നമ്മൾ ഓൾറെഡി ചെയ്തൊരു സാധനം നമുക്ക് വേണ്ട അത് ഒഴിവാക്കി ഇതിൻ്റെ പ്രീവിയസ്ലി എന്തായിരുന്നോ ആ ഒരു ഏരിയയിലേക്ക് ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് Ctrl+Z ആണ്. ദെൻ കട്ട് ചെയ്യണമെങ്കിൽ Ctrl+X. സെലക്ട് ഓൾ, ഡാറ്റ മുഴുവനായിട്ടും ആ ഒരു വർക്ക്ഷീറ്റിലുള്ള ഡാറ്റ മുഴുവനായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ Ctrl+A. ആൻഡ് പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കാനാണെങ്കിൽ Ctrl+P. ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട്, പക്ഷേ സിമ്പിളായിട്ട് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഇത്ര ഷോർട്ട് കട്ട്സ് എന്തായാലും പഠിച്ചു വെക്കുക. സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു എക്സൽ എന്താണ്, എക്സൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്, സിമ്പിളായിട്ടുള്ള ഫോർമാറ്റിംഗ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, സേവ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ ഷോർട്ട് കട്ട്സും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. താങ്ക്